അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ എല്ലാ വീഡിയോസും കൂടെ ആയിട്ട് ഉൾപ്പെടുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ചില ദിവസം ടിപ്സും കാര്യങ്ങളൊക്കെയാണ്, ചില ദിവസം എനിക്കറിയാവുന്ന അറിവുകളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരത്തിനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും എല്ലാവരും വീടുകളിൽ പല പല പ്രശ്നങ്ങളുണ്ട്. ചില വീടുകളിൽ എന്ന് പറഞ്ഞാൽ എത്രയെല്ലാം സമ്പാദിച്ചാലും ഒന്നും കൈ നിൽക്കുകയില്ല. നമ്മൾ കൊണ്ടുവരുന്നതിനേക്കാൾ സ്പീഡിൽ അത് എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് കേട്ടോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങ് തീർന്നു പോകും. പിന്നെ കടം, ചിലർക്ക് എത്ര കൊടുത്താലും തീരുകയില്ല. ആ കടം ഒന്ന് തീർന്നു വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത കടം എടുത്ത് വെച്ചിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ വീട്ടിലെ സമാധാനക്കേട്, ഒന്നിനും നമ്മൾ എന്ന കാര്യത്തിന് പോയാലും തടസ്സങ്ങൾ മാത്രമൊക്കെ. അപ്പം പണ്ടുള്ളവരൊക്കെ പറയും ദൃഷ്ടിദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, കണ്ണേറ് എന്നൊക്കെ ഇങ്ങനെ പറയും, ചിലരുടെ പ്രാക്ക്, അങ്ങനെയൊക്കെ ഓരോ ഇത് പണ്ടുള്ളവരൊക്കെ പറയും. പക്ഷേ അതിനൊക്കെ നമുക്ക് പരിഹാരമായിട്ട് ചിലരൊക്കെ പറയും ഇതൊക്കെ വിശ്വാസം ഇല്ലാഴികയാണ്, അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയും. പക്ഷേ പലർക്കും അനുഭവം വരുമ്പോഴാണ് ഇതൊക്കെ വിശ്വസിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം ഉള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു വെക്കാം. നിങ്ങൾക്കത് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടേ കിട്ടത്തുള്ളൂ, ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. പോസിറ്റീവായിട്ടുള്ള റിസൾട്ടേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പൈസ ചിലവില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ അതിനകത്ത് ഞാൻ രണ്ടു നാല് ജനം പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കത് പിന്നെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടത് എന്ന് വെച്ച് നിങ്ങൾക്ക് തോന്നി അത് ചെയ്യുക, അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത്, നമ്മളുടെ മിക്കവാറും വീടിൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വീടിൻ്റെ അവിടെ തൂക്കിയിട്ടേക്കുന്ന ഈ ഒരുമാതിരി കാളിയുടെ കൂട്ടൊരിതുണ്ട്. അങ്ങനത്തെ അല്ലാതെ നമ്മുടെ സൂര്യമുഖം എന്ന് പറയുന്നൊരിതുണ്ട്. സൂര്യൻ്റെ മുഖത്തിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ വീടിൻ്റെ അടുത്ത് തൂക്കിയിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷേ അത് ഞങ്ങൾ ഒരു സ്ഥാനവും നോക്കി തൂക്കിയിട്ടതല്ലായിരുന്നു, ചുമ്മാ അങ്ങ് തൂക്കിയിട്ടതായിരുന്നു. ഞങ്ങൾ ഇട്ടത് കറക്റ്റ് സ്ഥലത്ത് തന്നെയായിരുന്നു കേട്ടോ, വടക്ക് വശത്തായിരുന്നു ഇട്ടിരുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അത് പ്രയോജനം ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൃഷ്ടിദോഷം കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നതിന് തൂക്കിയിടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ കിഴക്ക് വടക്ക് വശത്താണ് ഇടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഇടാൻ കിഴക്കും വടക്കും കൂടെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ കിഴക്ക് വശത്തായിട്ട് തന്നെ ഇടുക. അതുപോലെ തന്നെ വടക്ക് വശത്തായിട്ട് ഇടുക. ചില വീടിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീടിൻ്റെ മുൻവശത്ത് വേണം ഇതിടാനായിട്ട്, പുറവശത്തല്ല, മുൻവശത്ത്. ഓരോ വീടിനും മുൻവശം പല സ്ഥലത്തേക്കും. ചില വീടുകളുടെ മുൻവശം എന്ന് പറഞ്ഞാൽ വടക്ക് വശത്തോട്ടായിരിക്കും ഇരിക്കുന്നത്, ചിലത് പടിഞ്ഞാറ് വശത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വ്യത്യാസം കാണും. അപ്പം നിങ്ങളുടെ വീടിൻ്റെ മൂലയിൽ നിങ്ങൾക്ക് ഏതാണോ വടക്ക് വശം വരുന്നത് ആ സൈഡിലോട്ട് ചേർത്തിടുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കിഴക്ക് വശത്തായിട്ട് ഇടുക, കിഴക്ക് സൈഡ് വശമായിട്ട് ഇടുക. അങ്ങനെ ചെയ്യുക. എന്നതാണേലും അത് നിങ്ങളുടെ വീടിൻ്റെ വെളിയിൽ നിൽക്കുന്നവർക്ക് കാണാവുന്ന രീതി വേണം ഇടാനായിട്ട്, അല്ലാതെ മറച്ചിടരുത്. വെളിയിൽ നിന്ന് ഒരാൾ നോക്കുന്നതേ അത് കാണാവുന്ന രീതിക്ക് വേണം ഇടാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയി ഒന്ന് പൂജിച്ചതിന് ശേഷം ഇടുന്നത് നല്ലതാണ്. ഒന്നെങ്കിൽ ഭദ്രകാളിയുടെ അമ്പലത്തിൽ, ഏതമ്പലത്തിൽ വേണമെങ്കിലും പൂജിക്കാം. പക്ഷേ ഇത്രയും കൂടെ ഉത്തമം എന്ന് പറയുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ഉത്തമമാണ്, പിന്നെ ശിവക്ഷേത്രത്തിൽ പൂജിക്കുന്ന ഉത്തമമാണ്. അങ്ങനെ ഒന്ന് പൂജിച്ച് കൊണ്ടിടാമെങ്കിൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ ഇത് തൂക്കിയിടുന്നത്. നമ്മുടെ വീട്ടിലെ ഒരുപ്പെട്ട നമ്മൾ പറയും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും. ചിലർ വെറുതെ വെളിയിൽ നിന്നിങ്ങനെ നോക്കി പറഞ്ഞാൽ മതി, കുഴപ്പമില്ലല്ലോ എന്നൊന്ന് പറഞ്ഞാൽ മതി, തീർന്ന്. ചിലർ കണ്ണേറ് കിട്ടുക എന്ന് പറയും. ചിലർ പറഞ്ഞ് അങ്ങനെ നോക്കി ഒന്ന് പറഞ്ഞാൽ മതി, അവർ മനസ്സിൽ ചിന്തിച്ചാലും മതി. ചിലപ്പം അത് നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. അവരൊന്നും ചിന്തിച്ചായിരിക്കില്ല ചിലപ്പോൾ പറയുന്നത്, പക്ഷേ അത് നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. ഇത് അന്ധവിശ്വാസങ്ങളൊന്നുമല്ല കേട്ടോ. ഇതെല്ലാവർക്കും ഒക്കെ അനുഭവമുള്ള കാര്യമാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസം എന്നങ്ങ് കുറേ പ്രാവശ്യം പറഞ്ഞങ്ങ് ഇതാക്കാൻ വേണ്ടി എല്ലാവരും അങ്ങ് പറയുന്നതേ ഉള്ളൂ. എന്നതിലൊക്കെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടണ്ടേ, അതിനു വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു കാര്യമാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളിത് മേടിക്കുവാണെങ്കിൽ പിത്തളയുടെയും ചെമ്പിൻ്റെയും മാത്രമേ മേടിക്കാവുള്ളൂ, അല്ലാതെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഒരുപാടുണ്ട്. അതങ്ങനെയുള്ളത് മേടിക്കരുത്. പിത്തളയുടെയും ചെമ്പിൻ്റെയും മാത്രമാണ് നമുക്കിത് തൂക്കിടാനായിട്ട് ഏറ്റവും നല്ലത്. അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ മേടിക്കാൻ കിട്ടും, അതൊന്നും മേടിക്കരുത്. മേടിക്കുവാണെങ്കിൽ ഈ രണ്ടിതിലുള്ളത് മാത്രം മേടിക്കുക, അത് ഇടുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ചെടി എന്ന് പറഞ്ഞാൽ അത്
തെക്ക് വശത്താണ് നമുക്ക് നടേണ്ടത്. തെക്ക് കിഴക്ക് വശമായിട്ട് നമ്മുടെ വീടിൻ്റെ അതിരയിലാണ് നടേണ്ടത്. വീടിൻ്റെ അതിരെ കൊണ്ട് നടന്നാണ് നമുക്കത്. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നട്ടത് എവിടെയെന്ന് വെച്ചാൽ വടക്കുവശത്തായിരുന്നു കൊണ്ട് വരത്തത്. പക്ഷേ മിറ്റമൊക്കെ സെറ്റാക്കിയപ്പോഴത്തേക്ക് അത് നടേണ്ടത് നമുക്ക് സത്യം പറഞ്ഞാൽ മിക്ക ചെടിയെ, പ്ലാവ്, തെങ്ങ് ഇങ്ങനെയൊക്കെ നടുന്നതിനൊക്കെ ഓരോ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്നും നോക്കത്തില്ല. നമ്മൾ എവിടുന്നേലൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അത് കൊണ്ടുവന്ന് നമ്മുടെ സൗകര്യം എവിടെയാണോ അവിടോട്ടങ്ങ് നട്ടു വെക്കും. മാവ് ഇടാൻ ഏറ്റവും നല്ലത് വടക്ക് വശമാണ്. ഞാൻ വടക്കാണ് നട്ടേക്കുന്നത്, പക്ഷേ കുറച്ച് കിഴക്കോട്ട് നീങ്ങിപ്പോയി. കുറച്ചും കൂടെ വടക്കോട്ട് നീക്കി വേണമായിരുന്നു നടാനായിട്ട്. അങ്ങനെ അതുപോലെ കറയുള്ള മരങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ കട്ടളയുടെ ഫ്രണ്ടിലായിട്ട് നടൽ എന്ന് പറയാറുണ്ട്. അതൊക്കെ ദോഷങ്ങളാണെന്ന് പറഞ്ഞത്. അതൊക്കെ കുറേയൊക്കെ നമുക്കൊക്കെ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ പിന്നെ ചില സമയത്ത് ചിലതൊക്കെ നടുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു വാസ്തുപ്രകാരമോ എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി മാറ്റം വരുമ്പോഴാണ് അവർക്ക് ദോഷമായിട്ടത് വരാത്തത്. അപ്പോൾ അവരത് വിശ്വസിക്കത്തില്ല, ഇങ്ങനെയൊന്നും ഇല്ല എന്നേ പറയത്തുള്ളൂ. അപ്പം നമ്മുടെ മൈലാഞ്ചി നടേണ്ടത് വീടിൻ്റെ കിഴക്ക് തെക്ക് വശത്താണ്. അത് വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ സൈഡിൽ നമ്മുടെ പെരയുടെ അതിരിൻ്റെ സൈഡിൽ കൊണ്ട് വീടിൻ്റെ അതിരിൻ്റെ അവിടെ കൊണ്ട് വെക്കുക. നമുക്കൊരു അതിര് കാണുമല്ലോ, ഏതൊരു വീടിനും ഒരു അതിര് കാണുമല്ലോ, അവിടെ വെക്കുക. അത് ചെടിച്ചട്ടിയിലോ അല്ലാതെ നിലത്തോ എങ്ങനെ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കുക. മൈലാഞ്ചി വീടിൻ്റെ വശത്തേക്കുന്ന ശരിക്കും നമ്മുടെ വീട്ടിലെ ഒരുപാട് നെഗറ്റീവ് എനർജി പോയി കിട്ടും, ഒരുപാട് ദോഷങ്ങൾ മാറിക്കിട്ടും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് അങ്ങനെ ഇതൊന്നും നമുക്ക് 10 പൈസ ചിലവില്ലാത്ത കാര്യമാണ് മൈലാഞ്ചിയുടെ. ഇനിയിപ്പം മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. ഒരു കുഞ്ഞി കമ്പ് വെച്ചാൽ മതി കേട്ടോ. മൈലാഞ്ചിയുടെ വലിയ കമ്പൊന്നും കൊണ്ടുവെക്കണ്ട. ഞാനൊരു മൈലാഞ്ചി ഇല എടുക്കാൻ വേണ്ടി ഒരിടത്തുനിന്ന് എനിക്ക് അവർ ഒടിച്ചു തന്ന കമ്പാണ്. ആ കമ്പ് കൊണ്ടുവന്നാണ് ഞാൻ കുഴിച്ചു വെച്ചത്. അത് പെട്ടെന്ന് പൊട്ടിക്കിളുത്ത്, മഴ സമയത്ത് പൊട്ടിക്കിളുത്ത്. അങ്ങനെ നമുക്ക് കിളിപ്പിച്ച് പെട്ടെന്ന് എടുക്കാം. ചെടിച്ചട്ടി വെക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കൊന്ന് നിലത്ത് വെക്കുന്ന കാര്യം നല്ലത്. മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വളർന്ന് പൊങ്ങി വരുന്ന സാധനങ്ങളാണ് ചെടിച്ചട്ടി വെച്ചാൽ. പിന്നെ ചെടിച്ചട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കാനൊക്കെ ഒന്ന് മറന്നു പോയെങ്കിൽ അത് ഉണങ്ങിപ്പോവും. നിലത്താണെങ്കിൽ ഏറ്റവും നല്ലതാണ് മൈലാഞ്ചി നടുന്നത്. പിന്നെ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് എന്നാന്ന് വെച്ചാൽ പറയാം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ താമര എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണ താമര എന്ന് പറയുന്നുണ്ട്. അത് മേടിക്കാൻ കിട്ടും. സ്വർണ്ണ കളറാണ് അത്. ശരിക്കും സ്വർണ്ണമല്ല, സ്വർണ്ണം പൂശിയിരിക്കുന്ന പോലത്തെ കളറാണ്. സ്വർണ്ണത്താമര എന്ന് പറയും. അത് നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അത്രയും താമര ഒരെണ്ണം മേടിച്ച് വെച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കുക. ഡൈനിങ് ടേബിളിൽ വെച്ചാൽ അത് നമ്മൾ അവിടുന്ന് മാറ്റുകയും ചെയ്യല്. നമ്മൾ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത് മാറ്റുക, വീണ്ടും അത് അതുപോലെ തന്നെ അവിടെ തന്നെ വെക്കുക. അങ്ങനെ ചെയ്യുക. ഫുഡ് കഴിക്കാൻ നേരം ഒന്നും എടുത്തത് മാറ്റില്ല. അത് ആ ഡൈനിങ് ടേബിളിൽ വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് വന്നു, എന്നാൽ ഇതൊന്ന് മാറ്റി വെച്ചേക്കാം, നമുക്ക് പാത്രമൊക്കെ ഒന്ന് വെക്കണമല്ലോ, ഫുഡൊക്കെ കൊടുക്കണമല്ലോ എന്നോർത്ത് നമ്മൾ അങ്ങനെ നിങ്ങൾ മാറ്റി വെക്കല്ലേ. ഗസ്റ്റ് വന്നാലും ആര് വന്നാലും നമ്മുടെ ആ സ്വർണ്ണത്താമര ആ ഡൈനിങ് ടേബിളിൽ നടുക്കന്നെ ഇരുന്നോട്ടെ. അത് നമ്മുടെ വീടിനകത്ത് വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് അന്നത്തിന് ഒരിക്കലും മുട്ടുണ്ടാകത്തില്ല. നമുക്ക് ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാകത്തുമില്ല. അതുപോലെ തന്നെ നമുക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടുമെന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് ഈ വരുമാനം ഉണ്ടാകാനുള്ള വഴികൾ തെളിഞ്ഞു വരും. അത് ഈ സ്വർണ്ണത്താമര വീട്ടിൽ വെക്കുന്നവർക്ക് എല്ലാവർക്കും അതിനുള്ള ഐശ്വര്യം വീട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പം സ്വർണ്ണത്താമര നല്ല ഇതാണ് വീട്ടിൽ വെക്കുന്നത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും ഒരു കാര്യമാണ്. അപ്പോൾ ഇനി അടുത്തത് പറയാം ഇനി എന്താണെന്നുള്ളത്. പിന്നെയുള്ളത് നാരങ്ങയാണ്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് 4-മത്തെയാണ് പറയുന്നത്. നാരങ്ങയാണ് ഇനി നമുക്കുള്ളത്. നാരങ്ങ നമ്മളൊരു ഗ്ലാസ്സിൽ, നല്ല നാരങ്ങ ആയിരിക്കണം, വാടിയതോ അങ്ങനത്തെ ഒന്നും ആയിരിക്കല്. നല്ല പഴുത്തി ഒരു നാരങ്ങ മേടിച്ച് അത് നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക. കുപ്പി ഗ്ലാസ് എടുക്കണം കേട്ടോ. കുപ്പി ഗ്ലാസ് എടുക്കുക. അതിനകത്ത് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കാര്യം നാരങ്ങ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വെള്ളം കുറച്ചും കൂടെ അങ്ങ് പൊങ്ങുമല്ലോ, അതനുസരിച്ച് വെള്ളം എടുക്കാവുള്ളൂ. വെള്ളം എടുത്ത് നാരങ്ങ എടുത്തിരിക്കുക. ഈ നാരങ്ങ വെള്ളത്തിൽ പൊങ്ങി കിടക്കണം. ആ നാരങ്ങ ഒരു 5 ദിവസം നമുക്ക് ആ ഒരു ഗ്ലാസ്സിലെ ആ ഒരു നാരങ്ങ 5 ദിവസം നമുക്കത് വെക്കാം. ഇന്ന് വെച്ച് അന്നേരം എടുത്ത് കളയണ്ട. 5 ദിവസത്തേക്ക് നമുക്ക് ആ നാരങ്ങ വെക്കാം. 5 ദിവസത്തിന് ശേഷം നമുക്ക് ആ നാരങ്ങ എടുത്ത് കളയാം. അത് കഴിഞ്ഞിട്ട് ആ നാരങ്ങയ്ക്കകത്ത് വീണ്ടും നമുക്ക് അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ കുറേ നെഗറ്റീവ് എനർജി മാറി കിട്ടും കേട്ടോ. കുറേ നെഗറ്റീവ് എനർജി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, പിന്നെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ചില വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, എന്നാത്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയാൻ മേല. എന്നതേലും ഒന്ന് പറയും, അതേ പിടിച്ചങ്ങ് വഴക്കാകും. എല്ലാം കഴിഞ്ഞ് വലിയൊരു അലമ്പൊക്കെ തീർന്ന് ഒരു കരച്ചിലും വീഴ്ചലും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത്, ഞാൻ എന്നാത്തിനാണ്, അല്ല ഇവിടെ എന്നാത്തിനാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നത്. അത് കഴിയുമ്പോൾ ആ പ്രശ്നം ഉണ്ടായത് എന്നതിന് ഇത് ആവശ്യമില്ലാത്ത വഴക്കായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. കുറച്ച് കഴിയുമ്പം അത് പറഞ്ഞായിരിക്കും പിന്നെയാണ് വഴക്കുണ്ടാകുന്നത്. കാര്യം ഒരു കാരണവും ഇല്ലാതെ വഴക്കുണ്ടാക്കി, എന്നത്തിന് അങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ അടുത്ത വഴക്കുണ്ടാക്കും. അത് നമ്മളൊന്നും മനഃപൂർവ്വം ഇതാണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഇതാണ് നമ്മുടെ വീട്ടിൽ
അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. മനഃപൂർവ്വം വഴക്കുണ്ടാക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ കേട്ടോ. ആവശ്യമില്ലാതെ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇവരെന്നതാണ്. അന്ന് ആ വീട്ടിൽ അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കാര്യങ്ങളും എല്ലാം കാണും. പക്ഷേ ഇവർ നേരെ നോക്കിയ വഴക്കായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നാരങ്ങ ഗ്ലാസ്സിലിട്ട് വെക്കുന്നതിന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഇതിലെല്ലാം ഇത് ഉൾപ്പെടുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി 5ാമത്തെ കാര്യമാണ് പറയുന്നത്. 5ാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഓട്ടുരുളി ഉണ്ടല്ലോ, ഓട്ടുരുളി. അത് നമുക്ക് ഈ വിളക്കൊക്കെ മേടിക്കുന്ന കടയിൽ കിട്ടും, നിലവിളക്കൊക്കെ നമ്മൾ മേടിക്കുന്ന കടയിൽ കിട്ടും ഓട്ടുരുളി. കുഞ്ഞൊരു ഓട്ടുരുളി മതി, വലുതൊന്നും വേണ്ട, ചെറുത് മതി. ചെറിയൊരു ഓട്ടുരുളി മേടിച്ചേച്ച് അത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് അത് അവിടോട്ടായിട്ട് ആ സ്ഥലത്ത് വെച്ച് ഇതിനകത്ത് ദിവസവും രാവിലെ നമ്മൾ വെള്ളം നിറയ്ക്കുക. നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ നമ്മൾ പുറത്തുനിന്നൊന്നും മേടിച്ച് അതിനകത്ത് പൂവിടണ്ട. നമ്മുടെ എല്ലാ വീട്ടിലും കാണുമല്ലോ, ഒരു ചെമ്പരത്തിപ്പൂ പോലും ഇല്ലാത്ത വീടില്ല. ഒരു ചെമ്പരത്തിപ്പൂവെങ്കിലും ചെമ്പരത്തിയുടെ കമ്പെങ്കിലും നട്ടു വെക്കാത്ത ഒരു വീടില്ല. റോസാപ്പൂ കാണാറുണ്ട്, അതുപോലെ തന്നെ ജമന്തി ബന്ദിപ്പൂ ഒക്കെ കാണാറുണ്ട് ചില വീടുകളിലൊക്കെ. മിക്ക വീടുകളിലും എന്നേലും ഒരു ചെടി കാണാതിരിക്കത്തില്ല. നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ മതി. അതിൽ നിന്ന് നമ്മൾ പൂക്കൾ പറിച്ച് ദിവസം അതിനകത്ത് നിറച്ച് വെക്കുക, ഈ വെള്ളത്തിനകത്ത് നിറച്ച് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അതുപോലെ തന്നെ നമ്മൾ വെള്ളം കളഞ്ഞ് വെച്ച് അതിനകത്ത് വീണ്ടും അതുപോലെ തന്നെ ഇലയില പൂക്കളിട്ട് നമ്മൾ നിറച്ചിക്കുക. ഇനി ഈ പൂക്കളൊന്നും നമുക്ക് ഇടാനായിട്ടില്ലെങ്കിൽ മാത്രമേ തുളസിപ്പൂ പറിച്ച് അതിനകത്ത് ഇടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഏതിപ്പോൾ ചെത്തിയോ ഏത് പൂവാണെങ്കിലും നമ്മൾ അതിനകത്ത് ഇടുന്നത് കൂടുതലും ചുമപ്പ് കളർ പൂവിടുന്നതാണ് കൂടുതലും നമുക്ക് നല്ലതായിട്ട് വരുന്നത്, ചുമപ്പ് കളർ പൂക്കൾ ഇടുന്നത്. അപ്പം ചുമന്ന കളർ പൂക്കളും അതിനകത്തിട്ടാലും നമുക്ക് നല്ല ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. അതൊക്കെ നമ്മുടെ ഈ വീടിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് കാര്യം വെള്ളമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും വീടിൻ്റെ വടക്ക് വശത്താണ് വെക്കുന്നത് ഇല്ലേ. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാട്ടർ ടാങ്ക് വടക്ക് വശത്താണ് വരുന്നത്, അതുപോലെ അലക്കുകല്ല് വടക്ക് വശത്താണ് വരുന്നത്, നമ്മൾ തുണി വിരിച്ചിടുന്നത് വടക്ക് വശത്താണ്, ആ കിണർ വരുന്നത് വടക്ക് വശത്ത് വരും. അപ്പം എന്നാന്ന് വെച്ചാൽ അവിടെയൊക്കെ ജലാംശത്തിൻ്റെ ഒരിതായിട്ടുള്ളതാണ് വടക്ക് വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സൈഡിലാണ് എല്ലാവരും തുണി വിരിച്ചിടുന്നത് എല്ലാം ചെയ്യുന്നത്. അപ്പം അലക്കല്ല് വെക്കുന്നതില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളവും നമുക്ക് അതുകൊണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ വെളിച്ച് വെക്കുന്ന വെള്ളമാണ് അത് നമ്മുടെ കിഴക്ക് ഭാഗത്തായിട്ട് നമ്മൾ വെക്കുക. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ നല്ല സമ്പത്തുണ്ടാകുകയും നിങ്ങൾക്ക് നല്ല ഐശ്വര്യം വരികയും ചെയ്യും. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒരെണ്ണം എടുത്താൽ മതി, ഒരു കാര്യം ചെയ്താലും മതി, നല്ല ഐശ്വര്യം ഉണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും. നമ്മൾ ചിലപ്പം ചിലയിടത്തൊക്കെ ഭയങ്കര നെഗറ്റീവ് എനർജി ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് 1 2 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലയിടത്തൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഈ നാരങ്ങയുടെയൊക്കെ ആണെങ്കിൽ മിക്ക കടകളിലും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നാരങ്ങ ഇട്ട് ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ച് നാരങ്ങ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. മിക്കതും കൂടുതലും ഈ പഴയ ആൾക്കാരൊക്കെ ഇരിക്കുന്ന കടകളിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വരുന്ന തലമുറ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ല. നമ്മുടെ അടുത്ത് നെഗറ്റീവ് എനർജിയെ കളഞ്ഞേച്ച് പോസിറ്റീവ് എനർജിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ കടകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഏത് കടയിൽ ചെന്നാലും കുബേരനിരിക്കുന്ന കാണാറില്ലേ? അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ല, അതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള. കുബേരൻ്റെ ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. കുബേരൻ്റെ നമ്മൾ ചിലത് വീട്ടിൽ വെച്ചാൽ നമുക്ക് ഭയങ്കര നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. വെക്കേണ്ട കുബേരൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് വേണം നമ്മൾ വീട്ടിൽ വെക്കാനായിട്ട്. അത് എനിക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കുബേരനെ എല്ലാവരും പറഞ്ഞു കുബേരനെ വെച്ചാൽ നല്ല ഇതാന്ന് പറഞ്ഞു കുബേരനെ കൊണ്ടുവച്ച് എന്നാന്നറിയത്തില്ല എല്ലാ വഴിക്കൂടെയും പണി കിട്ടി. ലാസ്റ്റ് കുബേരനെ എടുത്ത് വെള്ളത്തിൽ ഒഴുക്കി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു മാറ്റം വന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. കുബേരൻ വെക്കുന്നതിനും ഒക്കെ ഉണ്ട് നമ്മുടെ വീടുകളിലാണെങ്കിലും ഒക്കെ അതിനുള്ള സ്ഥാനമുണ്ട്. വെക്കേണ്ട കുബേരനുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 5 ഇതാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഇത് അന്ധവിശ്വാസമായിട്ടോ അങ്ങനൊന്നും ദൈവവിശ്വാസി അല്ല എന്നൊന്നും വിചാരിക്കണം. ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ അന്ധവിശ്വാസമായിട്ടൊന്നും ആരും കരുതണ്ട. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിന് മുമ്പിട്ട ഓരോ ചെടിയുടെ ഒക്കെ ആണെങ്കിലും എല്ലാം വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു. അത് ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും എല്ലാം ഒത്തിരി പേര്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമല്ല
ഞാനത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കത് റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നതൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാൽ നിങ്ങളത് ഒന്ന് ചെറുതായിട്ടൊന്നും കാണുന്നുള്ളൂ. അങ്ങനെയല്ല കേട്ടോ, എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെയുള്ള ഒരു ഉന്മേഷം വരത്തുള്ളൂ. നമുക്കൊരു വീഡിയോ ചെയ്യണം, നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നറിയുമ്പോഴല്ലേ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.